അബുദാബിയിലെ പ്രിയ കലാസാംസ്കാരിക സൗഹൃദങ്ങൾക്ക് പുതിയൊരനുഭവമായി 2007 നവംബർ 7-ന് ശ്രീ സതീഷ് കുമാറിൻ്റെയും ശ്രീ അഷ്റഫ് പട്ടാമ്പിയുടെയും നേതൃത്വത്തിൽ ഒരു കൂട്ടം കലാസാംസ്കാരിക പ്രവർത്തകർ ചേർന്നുകൊണ്ട് മുസഫയിൽ വെച്ച് ദർശന സാംസ്കാരിക വേദിക്ക് രൂപം നൽകി. കലാകായിക സാംസ്കാരിക പ്രവർത്തകർക്ക് വേദികൾ ഒരുക്കുമ്പോഴും ആലംബഹീനരായ നിരവധി പേർക്ക് അത്താണിയാകുവാൻ കഴിഞ്ഞതിലുള്ള സംതൃപ്തിയാണ് ദർശനയുടെ പ്രവർത്തനങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്. വർണ്ണോത്സവം 2009 എന്ന കലാസന്ധ്യ ദർശന ആദ്യമായി മുസഫയിൽ ഒരുക്കുകയും ആ പരിപാടി വൻ വിജയമായതിൻ്റെ അടിസ്ഥാനത്തിൽ അബുദാബി മലയാളി സമാജത്തിൻ്റെ അടക്കമുള്ള പ്രവർത്തകരെ മുസഫയിലേക്ക് ആകർഷിപ്പിക്കുവാൻ കഴിഞ്ഞു. നീണ്ട 17 വർഷത്തെ പ്രവർത്തന പഥത്തിൽ അബുദാബി മലയാളി സമാജം കൂടാതെ സമാജം കോർഡിനേഷൻ കമ്മിറ്റിയിലെ എല്ലാ സംഘടനകളുടെയും അബുദാബിയിലെ നല്ലവരായ കലാ ആസ്വാദകരുടെയും സഹകരണമാണ് ഞങ്ങളുടെ ശക്തി. അഷ്റഫ് പട്ടാമ്പി, സതീഷ് കുമാർ പട്ടാമ്പി, സതീഷ് കുമാർ കൊല്ലം, നസീർ പെരുമ്പാവൂർ, ബിജു വാര്യർ, റിയാസുദ്ദീൻ PT, കൃഷ്ണലാൽ, സുനിൽ ഷൊർണൂർ, അനിൽകുമാർ എന്നിവരിലൂടെ അബുദാബി മലയാളി സമാജം മാനേജിംഗ് കമ്മിറ്റിയിലൂടെ വ്യത്യസ്ത സ്ഥാനങ്ങൾ അലങ്കരിക്കുവാൻ ദർശനയ്ക്ക് ഇതിനോടകം അവസരം ലഭിച്ചിട്ടുള്ള സന്തോഷം ഞങ്ങൾ ഹൃദയപൂർവ്വം രേഖപ്പെടുത്തുന്നു. സതീഷ് പട്ടാമ്പി, അഷ്റഫ് പട്ടാമ്പി, ഷംസുദ്ദീൻ, കൃഷ്ണലാൽ, സതീഷ് കൊല്ലം, സുനിൽ ഷൊർണൂർ, ബിജു വാര്യർ തുടങ്ങിയവർ കഴിഞ്ഞ കാലങ്ങളിൽ ദർശനയുടെ പ്രസിഡന്റ് സെക്രട്ടറി പദങ്ങൾ അലങ്കരിച്ചവരാണ്. ഇക്കഴിഞ്ഞ 3 വർഷങ്ങളായി ദർശനയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് ശ്രീ നസീർ പെരുമ്പാവൂരാണ് സേവനമനുഷ്ഠിക്കുന്നത്. മുസഫയിലെ വിവിധ വേദികളിൽ കലാപരിപാടികൾ, ഫുട്ബോൾ മത്സരങ്ങൾ, ക്രിക്കറ്റ് മത്സരങ്ങൾ, വടംവലി, പാചക മത്സരങ്ങൾ, പൂക്കള മത്സരം കൂടാതെ ഓണസദ്യ, ഇഫ്താർ തുടങ്ങിയവയും ദർശനയിലെ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുവാൻ 2022 മുതൽ ഡി ബാൻഡ് എന്ന കലാസമിതിയും സജീവമായി പ്രവർത്തിച്ചു വരുന്നു. കൊറോണ കാലത്ത് അവശ്യ കലാകാരന്മാരെ സഹായിക്കുവാൻ കൊച്ചിയിൽ വെച്ച് ഒരു പ്രോഗ്രാം നടത്തി നാട്ടിലെ ജീവകാരുണ്യ മേഖലയിലും നിറസാന്നിധ്യമായി ദർശന. അഭിമാന നിമിഷങ്ങൾ തന്നെയാണ്. 17 ആണ്ടും താണ്ടി വ്യത്യസ്തതകളുടെ ചരിത്രം കുറിച്ചുകൊണ്ടിരിക്കുകയാണ് ദർശന സാംസ്കാരിക വേദി. നിങ്ങൾ നാളിതുവരെ തന്ന എല്ലാ സഹകരണങ്ങൾക്കും അബുദാബിയുടെ കലാകായിക ആസ്വാദകർക്കും ദർശന കലാസാംസ്കാരിക വേദിയുടെ ഹൃദയത്തിൽ തൊട്ട നന്ദിയും കടപ്പാടും നേരുകയാണ്. ഇനി മുന്നോട്ടുള്ള യാത്രയിലും ദർശനയ്ക്കൊപ്പം പ്രിയപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും ഉണ്ടാകണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു.